ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഡ്രെയിനേജിലേക്ക് ഒരു ചാവി വീണിട്ട് അത് എടുക്കുന്നൊരു വീഡിയോ ഒക്കെ ആയിരുന്നു. നമ്മളൊരുപാട് ശ്രമം നടത്തി. ആദ്യം നമ്മളൊരു കമ്പി കൊളത്തിട്ട് വലിച്ചുള്ള ശ്രമം നോക്കി. അതുപോലത്തെ ഗാന്ധം, ഒരു സ്പീക്കറിൻ്റെ ഗാന്ധം എടുത്ത് അത് കയറിൽ കെട്ടിയിട്ട് അതൊക്കെ അങ്ങനെ ചുറ്റി മൊത്തത്തിലൊന്ന് ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ, ഡ്രെയിനേജിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ശ്രമം നടത്തി നോക്കി. നമുക്കത് കിട്ടിയില്ല. ലാസ്റ്റ് വരെ നിങ്ങൾ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു. ആളുകൾ ചോദിച്ചിരുന്നു അത് കിട്ടിയോ, കീ കിട്ടിയിരുന്നോ ഒക്കെ. പക്ഷേ നമുക്ക് കിട്ടിയില്ലായിരുന്നു. നമുക്കറിയാം, ദേശീയപാതയുടെ NH 66 പുതിയ 6 വരിപ്പാതൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് സർവീസ് റോഡിൻ്റെ വർക്കുകളായിരുന്നു. അതിനൊപ്പിച്ചുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകൾ. അവരുടെ ഇരുവശമുള്ള ഡ്രെയിനേജിൻ്റെ വർക്കിനൊക്കെ ഇതുപോലുള്ള ഹോൾസുകൾ ഈ വലുതും ചെറുതായിട്ട് ഓരോ മീറ്റർ, അര മീറ്ററിലൊക്കെ എല്ലായിടത്തുണ്ട്. നമ്മുടെ ഈ പുതിയ റോഡ് കഴിഞ്ഞ എല്ലായിടത്തും ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു നെറ്റോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ കാല് കുടുങ്ങുന്നതും മൊബൈൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ അതിൽ പോകുന്നതിനെക്കുറിച്ചും മുമ്പ് മൊബൈൽ പോയിട്ട് അത് എടുത്തതിനെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് മൊബൈൽ പോയപ്പോൾ ഒരു കൊള്ളി ഉപയോഗിച്ച് അതിൻ്റെ ശീല ചുറ്റിയിട്ട് പെവിക്ക് വെച്ചിട്ട് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കുത്തി പിടിച്ചാണ് നമ്മൾ ആ മൊബൈൽ എടുത്തത്. അതുപോലെ തന്നെ നമ്മളിത് ഒരു ചണ്ടിയിൽ കുടുങ്ങിയതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കുറേ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. അങ്ങനെ പിന്നീടാണ് നമ്മളെ താണിക്കൽ ഫൈസൽ, നമുക്കറിയാം എല്ലാ മേഖലകളിലും നമ്മുടെ നാട്ടിൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ആക്സിഡൻറ്റ് പരമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കാറ്റും മഴയിലൊക്കെ മരം വീടുകൾ മുഖ അങ്ങനെ ആർക്കും അത്യാവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം പരിശ്രമിക്കുന്ന, ഇതുപോലുള്ള കാര്യങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് താണിക്കൽ ഫൈസലും ടീമും. അപ്പോൾ അവരെത്തിയിട്ടാണ് അത് പിന്നീട് ആ ചാവി എടുക്കുന്നത് കേട്ടോ. അവരെടുക്കുന്ന ആ വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ താണിക്കൽ ഫൈസലിലേക്ക് വിളിക്കും, എന്തായി ചാവി കിട്ടിയോ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് ചണ്ടിയിലൊക്കെ കുടുങ്ങിയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ വീഡിയോ അയച്ചതാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരുപാട് അവർ രാത്രി 1:30 മണി വരെ അതിൻ്റെ ശേഷമാണ് ആ ചാവി കിട്ടുന്നത്. അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ ശ്രമം നടത്തിയിട്ടാണ് ആ ചാവി എടുക്കുന്നത് കേട്ടോ. നമ്മൾ പകൽ സമയത്ത് തന്നെ അത് ഒരുപാട് നോക്കി കിട്ടിയില്ല. പിന്നീട് താണിക്കൽ പറഞ്ഞതുപോലെ അവരെടുക്കുന്ന ആ വീഡിയോയും അതിൻ്റെ ഉടമയ്ക്ക് ആ ചാവി കൈമാറുന്ന വീഡിയോകളൊക്കെയാണ് നമ്മൾ കണ്ടത്. വളരെയധികം ശ്രദ്ധിക്കണം. ഈ റോഡിൻ്റെ സർവീസ് റോഡൊക്കെ നടന്നു വരുമ്പോഴും അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നൊക്കെ ഇറങ്ങി ചാവിയുമായിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ചിറങ്ങുമ്പോൾ ചാവി കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. എടുക്കാനൊക്കെയുള്ള പ്രയാസം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, കീ, മൊബൈൽ, അങ്ങനെ പ്രധാനപ്പെട്ട ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ അത് കിട്ടിയപ്പോൾ അതും കൂടി ഇത് കൂട്ടിച്ചേർത്ത് ആ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഏതായാലും വളരെ സന്തോഷമുണ്ട്. താണിക്കൽ ഫൈസൽ ഏതായാലും രാത്രിയിൽ വന്നാലും ആ ചായയൊക്കെ എടുത്ത് അതിന് ഉടമക്ക് കൊടുത്തല്ലോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്, ഇൻഷാ അല്ലാഹ്.